2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓരോ മണ്ഡലങ്ങളും ഒരുങ്ങുമ്പോൾ ആദ്യം തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം ഏതു തരത്തിലാണ് ചിന്തിക്കുന്നത്? 2016ലേക്ക് എത്തുന്നതിന് മുമ്പ് 2011-ൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,30,977. 76.4% തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ 2011-ലെ പോളിംഗ്. 2011-ൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കെ ബാബു ആണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 17,778. 17,778 വോട്ട് ഭൂരിപക്ഷം കെ ബാബു നേടുമ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച പ്രമുഖർ CM ദിനേശ് മണിയും അതോടൊപ്പം തന്നെ സാബു വർഗീസും CM ദിനേശ് മണി 54,108 BJP സാബു വർഗീസിലൂടെ 4,942 വോട്ടും സ്വന്തമാക്കിയുണ്ടായി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കുകയാണെങ്കിൽ കെ ബാബു 53.36%, CPIM 41.31%, CM ദിനേശ് മണിയിലൂടെ സ്വന്തമാക്കിയുണ്ടായി. BJP സാബു വർഗീസിലൂടെ 3.77 വോട്ടും സ്വന്തമാക്കി. ന്റെ ഈ കണക്കിൽ നിന്ന് 2016ലേക്ക് തൃപ്പൂണിത്തുറ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മണ്ഡലത്തിൽ നിന്നും KM ഉമേഷ്. പ്രഖ്യാപനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മണ്ഡലം, അങ്ങനെയാണ് തൃപ്പൂണിത്തുറയെ ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയലല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നാണ് ഇടത് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ വലിയൊരു പട്ടികയാണ് ജനങ്ങൾക്ക് മുമ്പാകെ UDFന് തുറന്നു കാട്ടാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുമ്പോൾ ഇത് ഓരോ വിഷയങ്ങളും ഉയർത്തിക്കാട്ടി തന്നെയാണ് മുന്നണികളും പാർട്ടികളും പ്രചാരണ രംഗത്തെ കൊഴുപ്പിക്കാൻ ഒരുങ്ങുന്നതും. റിപ്പോർട്ടിലേക്ക് ഉമേഷിന്റെ. ബാർ കോഴ ആരോപണം UDFനെ എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ മുഖ്യ പരീക്ഷണശാലയാകും ഇത്തവണ തൃപ്പൂണിത്തുറ മണ്ഡലം. കോഴ ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ തട്ടകമാണിത്. കോഴ ആരോപണത്തെ ചെറുക്കാൻ മണ്ഡലത്തിലെ വികസനങ്ങളുടെ വലിയ പട്ടിക തന്നെയാണ് UDF ജനങ്ങൾക്ക് മുൻപിൽ നിരത്തുന്നത്. തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്, വലിയതറ മേക്കര കോളനികളിൽ കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ വികസനം, മണ്ഡലത്തിലെ പ്രധാന റോഡുകളുടെ നവീകരണം, എരൂർ KMUP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയത് എന്നിങ്ങനെ വികസന പട്ടിക നീളുന്നു. ജനകീയ കോടതി വിധി പറയുമ്പോൾ ഈ ഘടകങ്ങളും പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി കെ ബാബു. ജനറൽ കുടിവെള്ള പദ്ധതി മരട്, കുമ്പളം, എടക്കൊച്ചി പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കി എന്നുള്ളതാണ്. ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൃപ്പൂണിത്തുറ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി. എടക്കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് ഒരു പുതിയ പാലം, കണ്ണങ്ങാട്ട് പാലം, ഏകദേശം 64 കോടി രൂപ ചെലവുള്ള പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. കുണ്ടന്നൂരിൽ നിന്ന് നെട്ടൂർക്ക് ഒരു സമാന്തര പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച 100 കണക്കിന് പദ്ധതികളാണ് ഈ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവിൽ നടപ്പാക്കിയിട്ടുള്ളത്. എന്നാൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസനം നടപ്പാക്കുന്നതിൽ UDF പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. റോഡുകൾ നവീകരിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും കൊച്ചി രാജാവിൻ്റെ കാലത്തെ ഇടുങ്ങിയ വഴികൾ തന്നെയാണ് ഇപ്പോഴുമെന്ന് LDF വിമർശിക്കുന്നു. കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമല്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്ന് വിമർശിക്കുന്ന LDF മണ്ഡലത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാന്റ് തുടങ്ങിയതും മിൽമ ഡയറി തുടങ്ങിയതുമെല്ലാം തൃപ്പൂണിത്തുറയിൽ LDF വിജയിച്ചപ്പോഴാണെന്നും ഓർമ്മിപ്പിക്കുന്നു. LDF മണ്ഡലം സെക്രട്ടറി CN സുന്ദരൻ. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായൊരു മന്ത്രിയാണ് തൃപ്പൂണിത്തുറയിലെ മന്ത്രി. എന്നാൽ അതനുസരിച്ചുള്ള നേട്ടങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന കുറവ് ഇപ്പോഴിവിടെ നെള്ളിച്ച് കാണാൻ കഴിയും. കൊച്ചി വ്യവസായ മേഖലയിൽ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു ഇടുങ്ങിയ പാലം, ഈ പാലം വീതിയുള്ളൊരു പാലമാക്കി നിർമ്മിക്കുന്നതിനുള്ള ഒരു നടപടി ഇന്ന് വരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 40 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച ചൂണ്ടി കുടിവെള്ള പദ്ധതി ഇന്ന് വർഷക്കാലത്ത് പോലും തൃപ്പൂണിത്തുറ നിവാസിക്ക് വെള്ളം കിട്ടാത്ത വിധത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന പ്രദേശമായി തൃപ്പൂണിത്തുറ മാറി. നെട്ടൂർ കുണ്ടന്നൂർ സമാന്തര പാലം അത് നിർമ്മാണം ആരംഭിച്ചിട്ട് അത് പിന്നീട് പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി.
കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃപ്പൂണിത്തറയിലുണ്ടായ നേരിയ മുൻതൂക്കം ചൂണ്ടിക്കാട്ടി അവരും കച്ചമുറുക്കുന്നതോടെ ത്രികോണ പോരാട്ടത്തിനാണ് ഇത്തവണ തൃപ്പൂണിത്തറ വേദിയാകുന്നത്. വികസനത്തിന്റെയും വികസന സ്വപ്നങ്ങളുടെയും ഈ നിലപാട് അത് പാർട്ടികളും മുന്നണികളും അതേ രീതിയിൽ തന്നെ പ്രതിഫലിപ്പിക്കുമ്പോൾ മണ്ഡലത്തിന്റെ സ്വഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മണ്ഡലത്തിൽ നിന്നും വീണ്ടും KM ഉമേഷ്. ദീർഘകാലം LDFനെ പിന്തുണച്ച ചരിത്രമാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിനുള്ളത്. LDFന്റെ പ്രമുഖരായ പലരും തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജയിച്ച MLAമാരും മന്ത്രിമാരുമൊക്കെ ആയത്. എന്നാൽ 1/4 നൂറ്റാണ്ട് മുമ്പ് UDF ചരിത്രം തിരുത്തി. കഴിഞ്ഞ 25 വർഷമായി മണ്ഡലം UDFനോടൊപ്പമാണ്. ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണക്കുകൂട്ടലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കണക്കുകൂട്ടലുകൾ മണ്ഡലത്തിന്റെ പൊതുചിത്രമായി ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് വരുമ്പോൾ ഏതു തരത്തിലാകും പ്രതിഫലിക്കുക? ഉമേഷിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിൻ കോർപ്പറേഷന്റെ ഏതാനും ഡിവിഷനുകളും ഉദയംപേരൂർ, കുമ്പളം ഗ്രാമപഞ്ചായത്തുകളും തൃപ്പൂണിത്തറ മരട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് നിലവിലെ തൃപ്പൂണിത്തറ മണ്ഡലം. പലകുറി ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച ചരിത്രമാണ് തൃപ്പൂണിത്തറയ്ക്കുള്ളതെങ്കിലും 1991 UDFിൽ നിന്നും K ബാബു വിജയിച്ചതോടെ പിന്നീടുള്ള 25 വർഷക്കാലം മണ്ഡലം UDFിൽ ഭദ്രമായി. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിലവിലുള്ള തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് ആദ്യം നിയമസഭയിലെത്തുന്നത് CPIM നേതാവായിരുന്ന TK രാമകൃഷ്ണനായിരുന്നു. പിന്നീട് പലവട്ടം TK തൃപ്പൂണിത്തറയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 1970 കോൺഗ്രസിന്റെ പോൾ P മാണിയാണ് തൃപ്പൂണിത്തറയിൽ നിന്നും വിജയിച്ചത്. 7 വർഷത്തിന് ശേഷം 1971 80 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ TK രാമകൃഷ്ണൻ തന്നെ വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു. 82 മണ്ഡലം UDFന് ലഭിച്ചുവെങ്കിലും 1987 CPIMലെ V വിശ്വനാഥ മേനോനിലൂടെ മണ്ഡലം LDF തിരിച്ചുപിടിച്ചു. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ബന്ധമെടുത്ത് പരിശോധിച്ചാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ തൊഴിലാളികളും ചെറുകിട കൃഷിക്കാരും നിരവധി വ്യവസായങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഒക്കെയുള്ള ഒരു സാധാരണക്കാരൻ്റെ മണ്ഡലമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 5000-ലേറെ വോട്ടിന് ലീഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഒരു രാഷ്ട്രീയ ചരിത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ അനുകൂലമായി വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. 1991 LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച MM ലോറൻസിനെ തോൽപ്പിച്ചാണ് K ബാബു ആദ്യം നിയമസഭയിലെത്തുന്നത്. തുടർന്നിങ്ങോട്ട് 5 തവണ നടന്ന തെരഞ്ഞെടുപ്പിലും തൃപ്പൂണിത്തറക്കാർ K ബാബുവിനെ കൈവിട്ടില്ല. UDFന്റെ വിജയഗാഥ തൃപ്പൂണിത്തറയിൽ ഇനിയും തുടരും എന്ന ആത്മവിശ്വാസത്തിലാണ് മന്ത്രി ബാബു. തൃപ്പൂണിത്തറ നിയോജകമണ്ഡലം LDFന്റെ ഉരുക്ക് കോട്ടയായിരുന്നു. ഇന്ന് തൃപ്പൂണിത്തറ നിയോജകമണ്ഡലം പഴയ തൃപ്പൂണിത്തറ നിയോജകമണ്ഡലം മാറി. പുതിയ തൃപ്പൂണിത്തറ നിയോജകമണ്ഡലം ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ 7500 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഞങ്ങൾക്കിവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ ഭൂരിപക്ഷം കിട്ടാറില്ല, പക്ഷേ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് ഉള്ളത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വളരെ താഴെ പോയപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് UDFന് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമായിട്ടാണ് ആളുകൾ വിലയിരുത്താറ്. UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ മത്സരിക്കുക. അത് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തൃപ്പൂണിത്തറ നിയോജകമണ്ഡലത്തിലുണ്ട്. 1957 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഭൂമിശാസ്ത്രപരമായി ഏറെ മാറ്റങ്ങൾ വരുത്തിയ മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തറ. പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തൃപ്പൂണിത്തറയുടെ ഭാഗമല്ലാതാവുകയും മറ്റു ചിലവ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരവും ഗ്രാമവും സംഗമിക്കുന്ന തൃപ്പൂണിത്തറയിൽ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതു വലത് മുന്നണികളും BJPയും തുടക്കം കുറിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി കയ്യിൽ ഭദ്രമായിരിക്കുന്ന തൃപ്പൂണിത്തറ മണ്ഡലം ഇത്തവണയും UDFനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി കണക്കുകൂട്ടുന്നത്. എന്നാൽ 2.5 പതിറ്റാണ്ടായി തുടരുന്ന UDFന്റെ ആധിപത്യം അവസാനിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDFും. വയനാട്ടിൽ ആകെ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ സംവരണം ഇല്ലാത്ത ഏക മണ്ഡലമാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം. KR അനൂപ് കൽപ്പറ്റയിൽ നിന്ന്. ആ അനൂപിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 2011 കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,26,584 74.44% വോട്ടും 2011 കൽപ്പറ്റ മണ്ഡലത്തിൽ പോൾ ചെയ്യുകയുണ്ടായി. 74.44% വോട്ട് പോൾ ചെയ്യുമ്പോൾ തന്നെ MV ശ്രേയംസ് കുമാറാണ് കൽപ്പറ്റയിൽ നിന്നും വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ വോട്ട് 67,018. ശ്രേയംസ് കുമാർ നേടിയ ഭൂരിപക്ഷം 18,169.
ശ്രേംസ് കുമാറിനോടൊപ്പം തന്നെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2011 മത്സരിച്ച പ്രമുഖർ CPIM-ന് വേണ്ടി PA മുഹമ്മദിന്റെ വോട്ട് 48,849. BJP 6,580 വോട്ട് സ്വന്തമാക്കിയുണ്ടായി PG ആനന്ദ് കുമാറിൽ കൂടെ. SDPIയും 1,597 വോട്ടിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ അറിയിക്കുകയുണ്ടായി. ഈ പ്രമുഖരുടെയൊക്കെ 2011 വോട്ടിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ MV ശ്രേംസ് കുമാർ 52.94, PA മുഹമ്മദ് 38.59% വോട്ട് സ്വന്തമാക്കി. BJP 5.20, PG ആനന്ദ് കുമാറിലൂടെ 1.26% വോട്ട് ജമീലയിലൂടെ SDPIയും സ്വന്തമാക്കിയുണ്ടായി. 2011 കണക്കുകളിൽ നിന്ന് മുൻ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യം 3 മണ്ഡലങ്ങളിൽ സംവരണമല്ലാത്ത കൽപ്പറ്റ നിയമസഭാ മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെതായ വിശേഷങ്ങൾ അനൂപ് മണ്ഡലത്തിൽ നിന്ന്. പൊതുവെ വയനാട്ടിൽ ഇനിയും പരിഹാരമുണ്ടാവേണ്ട വിഷയങ്ങളാണ് കാർഷിക മേഖലയിലെ തകർച്ചയും ആരോഗ്യ മേഖലയിൽ അടക്കം നിലനിൽക്കുന്ന വികസന പിന്നോക്കാവസ്ഥകളും. കൽപ്പറ്റയും ഇതിൽ നിന്ന് മുക്തമല്ല. കർഷകരും തോട്ടം തൊഴിലാളികളും മറ്റ് അടിസ്ഥാന ജനവിഭാഗങ്ങളും അടങ്ങുന്ന കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുക. ഈ വിഷയങ്ങളോട് മണ്ഡലത്തിലെ വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളും പാർട്ടികളും ഏതു തരത്തിലായിരിക്കും ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക? അനൂപിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രഖ്യാപിക്കപ്പെട്ട നിർദ്ദിഷ്ട വയനാട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പദ്ധതികൾ കൽപ്പറ്റ നിയമസഭാ മണ്ഡല പരിധിക്കുള്ളിലാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള പല പദ്ധതികളും പാതി വഴിയിലാണ് ഇപ്പോഴും. കൽപ്പറ്റ, വൈത്തിരി തുടങ്ങിയ പ്രധാനപ്പെട്ട ആശുപത്രികൾ പോലും വേണ്ടത്ര ഡോക്ടർമാരില്ലാതെയും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയുമാണ് പ്രവർത്തിക്കുന്നത്. നിർദ്ദിഷ്ട വയനാട് മെഡിക്കൽ കോളേജ് സാങ്കേതിക കുരുക്കിൽപ്പെട്ട് അനന്തമായി നീളുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇനിയുമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാല ചർച്ചകളിൽ ഉയർന്നുവരാൻ മാത്രമാണ് ഈ പദ്ധതിയുടെയും ഗതി. ബദൽ പാതകൾ, നഗരവികസനം, തോട്ടമേഖലകളിലെ നൂറുകണക്കിന് ആളുകളുടെ പട്ടയപ്രശ്നം, ആദിവാസി ഭൂപ്രശ്നം, കാർഷിക തകർച്ച തുടങ്ങിയവയെല്ലാം ശാശ്വത പരിഹാരമില്ലാതെ ഇന്നും തുടരുന്നു. വികസന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം തൃപ്തികരമെന്നാണ് നിലവിലെ MLA MV ശ്രേംസ് കുമാർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ള പദ്ധതി. ഈ നിയോജകമണ്ഡലത്തിൽ 10 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉള്ളത്. മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതി പ്രവൃത്തി പൂർത്തീകരിച്ച് 52 കോടി രൂപ ചെലവിൽ ഇനി അടുത്ത 25 വർഷത്തെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കൊണ്ട് കണക്കിലെടുത്തിട്ട് ശുദ്ധമായ വെള്ളം എത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് മേപ്പാടി, മുപ്പൈനാട്, വൈത്തിരി പഞ്ചായത്തുകൾക്ക് 75 കോടി രൂപയുടെ പദ്ധതി നടന്നു വരുന്നുണ്ട്. മുട്ടിൽ പഞ്ചായത്തും അതോടനുബന്ധിച്ച് നൂൽപ്പുഴ, ബത്തേരി പഞ്ചായത്തുകളടക്കം ഒരു 80 കോടി രൂപയുടെ പദ്ധതി നടന്നു വരുന്നു. പൊഴുതന, തരിയോട്, വെങ്ങപ്പള്ളി, കോട്ടത്തറ, പടിഞ്ഞാറത്തറ പഞ്ചായത്തുകൾക്ക് 75 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കണിയാമ്പറ്റ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 10 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും 90-95% വരുന്ന ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അതുപോലെ വയനാട്ടിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മാസം തന്നെ 41 കോടി രൂപ ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്ലോക്കിന് നബാർഡിൽ നിന്ന് ധനസഹായം ലഭിക്കും. 300 കോടി രൂപയുടെ ഒരു പദ്ധതി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ ബജറ്റിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മേജർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, പാലങ്ങളിലും 170 കോടി രൂപയുടെ പ്രവൃത്തികൾ ഈ നിയോജകമണ്ഡലത്തിൽ മാത്രമായിട്ട് കഴിഞ്ഞ 5 വർഷത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലും നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും അടിസ്ഥാന വികസന കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിക്കാമെന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടായില്ല. കൽപ്പറ്റ മേഖലയിലെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളാണ് കാപ്പി കർഷകർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ. കാപ്പി കൃഷിയുടെ കർഷകരുടെ പ്രശ്നം വളരെ ഗുരുതരമായി തുടരുകയാണ്. വില തീരെ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജനവിഭാഗങ്ങളാണ് തോട്ടം തൊഴിലാളികൾ. ആ തോട്ടം തൊഴിലാളികൾക്ക് 20% ബോണസ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നാളെ വരെ കൊടുത്തിട്ടില്ല. ഭൂരഹിതരായ മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും ഭൂമിയും അവർക്ക് വീടില്ലാത്തവർക്ക് വീടും ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രചരണങ്ങൾ പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടി കഴിയണം. ആദിവാസികളുടെ നില അങ്ങേയറ്റം ഗുരുതരമായിട്ട് തുടരുകയാണ്. എന്തെങ്കിലും പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ ജില്ലാ ആസ്ഥാനമെന്ന നിലക്ക് നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് പൂർണ്ണ പരാജയമായിരുന്നു കാണാൻ വേണ്ടി കഴിയും. ബദൽ റോഡുകൾ, അതുപോലെ തന്നെ ബദൽ റോഡുകളുടെ നിർമ്മാണം, അതൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നതാണ്. അതിനെയൊന്നും ഗവനിക്കാത്തൊരു നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്.
ഒരു ജില്ലാ ആസ്ഥാനം എന്ന നിലക്ക് വയനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ 3 MLA-മാരും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയും MP-യും ഉൾപ്പെടെയുള്ള ആൾക്കാർ, മൊത്തത്തിൽ UDF സർക്കാർ വയനാടിനോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 MLA-മാരും UDF-നെ പ്രതിനിധീകരിച്ചിട്ട് പോലും വയനാടിനോട് ഇത്രയേറെ അവഗണന എന്തുകൊണ്ടുണ്ടാകുന്നതെന്നാണ് കൽപ്പറ്റയിലെ വയനാട് ജില്ലയിലെ ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും വികസന കാര്യത്തിലെ പിന്നോക്കാവസ്ഥയും തന്നെയായിരിക്കും കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് കാല ചർച്ചയാവുക. ഒരു മണ്ഡലത്തിന്റെ ഗതി നിർണ്ണയിക്കുക അതിന്റെ സ്വഭാവവിശേഷങ്ങളും ആവശ്യങ്ങളുമാണ്. കൽപ്പറ്റയിൽ നിന്നും KR അനൂപ്. തോട്ടം മേഖലകളിലെ പ്രശ്നങ്ങൾ ഇനിയും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ തോട്ടങ്ങളിൽ ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തൊഴിലാളികൾ വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. ഈ ജീവിതങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഏതു തരത്തിലാകും 2016 മണ്ഡലത്തിൽ പ്രതിഫലിക്കുക? തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല. വൻകിട തോട്ടങ്ങളിൽ തൊഴിലാളികൾ സമാനതകളില്ലാത്ത ദുരിതമനുഭവിക്കുന്നു. ഗ്രാറ്റുവിറ്റി, പെൻഷൻ തുടങ്ങിയവ കമ്പനികൾ തടഞ്ഞുവെക്കുന്നു. മിക്കവരും ഭൂരഹിതരാണ്. ബോണസിനും കൂലി വർദ്ധിപ്പിക്കുന്നതിനുമായി വലിയ സമരങ്ങൾ ഉയർന്നുവന്ന വൈത്തിരി, പൊഴുതന, മേപ്പാടി തുടങ്ങിയ പഞ്ചായത്തുകൾ കൽപ്പറ്റ നിയമസഭാ മണ്ഡല പരിധിക്കുള്ളിലാണ്. എന്നാൽ കാര്യക്ഷമവും ധീരവുമായ സർക്കാർ നടപടികളില്ലാത്തത് തോട്ടം മേഖലകളിലെ തൊഴിലാളി ജീവിതങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ്. ചെറുതും വലുതുമായ നിരവധി തോട്ടങ്ങളിൽ സമരങ്ങൾ പതിവാകുന്നു. മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ തൊഴിലാളികൾ ജോലിക്കെത്തുന്ന സ്ഥിതി പോലുമുണ്ട്. സാധാരണ കർഷകരും ആദിവാസി വിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മറ്റൊരു രൂപമാണ് തോട്ടം മേഖലകളിലുള്ളത്. കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആരെന്ന് തീരുമാനിക്കുന്നതിൽ എന്നാൽ ഈ തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട്. ഈ ആവശ്യങ്ങളിൽ നിന്നാണ് രാഷ്ട്രീയം ഉരുത്തിരിയുന്നത്. വീണ്ടും അനൂപിലേക്ക്. പൊതുവെ UDF മണ്ഡലമെന്ന് വിലയിരുത്തപ്പെടാറുള്ള കൽപ്പറ്റയിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഇടതു പാർട്ടികൾ നേടിയത്. കൂട്ടൽ തന്നെയാണ് 2016 പ്രത്യേകത. UDF-ന്റെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ MV ശ്രേയാംസ്കുമാർ 2006 LDF സ്ഥാനാർത്ഥിയായാണ് ഇവിടെ മത്സരിച്ച് വിജയിച്ചത്. 2011 UDF-നൊപ്പം ചേർന്നായിരുന്നു ശ്രേയാംസ്കുമാറിന്റെ വിജയം. കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മേപ്പാടി, കണിയാമ്പറ്റ, കോട്ടത്തറ, വെങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറത്തറ, പൊഴുതന, മൂപ്പൈനാട് തുടങ്ങിയ പഞ്ചായത്തുകൾ നേരത്തെ UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തും UDF-നോടൊപ്പമായിരുന്നു. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് LDF ഭരണത്തിന് കീഴിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നഗരസഭയിൽ 14 സീറ്റുകളിൽ 12 സീറ്റുകൾ നേടി LDF മുന്നേറ്റമുണ്ടാക്കി. പൊഴുതന, മുട്ടിൽ, മേപ്പാടി, തരിയോട്, പടിഞ്ഞാറത്തറ, കോട്ടത്തറ, മേപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പൊതുവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചാൽ LDF-നത് അനുകൂലമായി തീരും. നിലവിൽ UDF ഘടകകക്ഷിയായ JDU-നു പുറമെ മുസ്ലിം ലീഗിനും മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. എന്നാൽ BJP-ക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കൽപ്പറ്റ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നണികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടായാൽ അതും മണ്ഡലത്തിലെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. ഈ മാറ്റങ്ങൾ തന്നെയാണ് മണ്ഡലത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുക. അനൂപ്, കൽപ്പറ്റയെക്കുറിച്ച് വീണ്ടും. ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന കൽപ്പറ്റ നഗരസഭയും മുഖ്യമായും തോട്ടം മേഖലകൾ ഉൾപ്പെടുന്ന 10 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം. ഈ കണക്കുകൾ 2016 കൽപ്പറ്റയെ ഏതു തരത്തിലായിരിക്കും ചലിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുക? കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മേപ്പാടി, വൈത്തിരി, കണിയാമ്പറ്റ, കോട്ടത്തറ, വെങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറത്തറ, പൊഴുതന, മൂപ്പൈനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം. 1977 KG അടിയോടി മുതൽ നിലവിൽ MV ശ്രേയാംസ്കുമാർ വരെയാണ് ജനപ്രതിനിധികൾ. 1991, 1996, 2001 വർഷങ്ങളിൽ KK രാമചന്ദ്രൻ മാസ്റ്റർ തുടർച്ചയായി നിയമസഭയിലേക്ക് എത്തിയതും ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. 2006 ജനതാദൾ S സ്ഥാനാർത്ഥിയായാണ് MV ശ്രേയാംസ്കുമാർ ഇടതുപാളയത്തിൽ നിന്ന് ഇവിടെ വിജയിച്ചത്. എന്നാൽ 2011 മുന്നണി മാറി UDF പാളയത്തിൽ നിന്നാണ് ശ്രേയാംസ്കുമാർ ജയിച്ചത്. 2011 MV ശ്രേയാംസ്കുമാർ 18,169 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥി PA മുഹമ്മദിനെ പരാജയപ്പെടുത്തിയത്. 2006 KK രാമചന്ദ്രൻ മാസ്റ്ററെയായിരുന്നു MV ശ്രേയാംസ്കുമാർ തോൽപ്പിച്ചത്. നിയമസഭാ മണ്ഡലത്തിലെ വൈത്തിരി, മേപ്പാടി, പൊഴുതന, മൂപ്പൈനാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും തോട്ടം മേഖലകളാണ്. കർഷകരും തോട്ടം തൊഴിലാളികളും ആദിവാസികളും അടങ്ങുന്നതാണ് ജനവിഭാഗങ്ങൾ. 2011 കണക്കുപ്രകാരം ആകെ വോട്ടർമാർ 1,70,042. ജില്ലയിലെ സംവരണം ചെയ്യപ്പെടാത്ത ഏക നിയമസഭാ മണ്ഡലം കൂടിയാണ് കൽപ്പറ്റ.